blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ അവസാനത്തെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡാണ് നിങ്ങൾ വാച്ച് ചെയ്യുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകൾ ഈ ആഴ്ചയിൽ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിച്ചു എന്ന് വിശ്വസിക്കുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെ അടുത്ത ആഴ്ചയിലും നമുക്ക് ടെലികാസ്റ്റ് ഉണ്ട്. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാളെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന തമ്പാൻ വർഗീസ്, many happy returns of the day in advance. നമുക്ക് ചേർന്ന് അദ്ദേഹത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെല്ലാവരും ചേർന്ന് തമ്പാൻ വർഗീസിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുടുംബത്തെ കർത്താവെ ഈ സമയത്ത് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, in every area of their life, Father, shower your blessings, oh Father. Thank you, Lord. തൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ, തൻ്റെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ നിലകളിലുമുള്ള അനുഗ്രഹങ്ങൾ കർത്താവെ കുടുംബത്തിൻ്റെ മേലങ്ങ് പകർന്നതിനാൽ ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. അങ്കമാലിയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഏപ്രിൽ 14 കർത്താവെ തൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുള്ള ഞങ്ങൾ ഒരുമിച്ച് ഈ സമയത്ത് ആ മകളെ അനുഗ്രഹിച്ചിരിക്കുന്നു. 2 മക്കൾക്കുമായി ഈ സമയത്ത് ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന കർത്താവെ, താങ്ക് യു ജീസസ്. നല്ല ഭാവി കൊടുക്കണമേ, നല്ല ക്യാരക്ടറിൽ വളരുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, പ്രോപ്പർട്ടിയുടെ പാർട്ടീഷനി ഇഷ്യൂവിൽ കർത്താവെ പൂർണ്ണമായ ഒരു ജയം കോർട്ടിൽ ഉണ്ടാകേണ്ടതിനായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു സഹോദരൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സോ മച്ച് സ്പോൺസേഴ്സ് for sponsoring today's episode. ഈ അങ്കിളിൻ്റെ പേര് ശശിധരൻ. അങ്കിള് നാഷിക്കിൽ തന്നെയാണ്. 3 സാക്ഷ്യങ്ങളാണ് തൻ്റെ ജീവിതത്തിൽ കർത്താവ് കഴിഞ്ഞ ജനുവരി മാസം ചെയ്തു കൊടുത്തത്. അദ്ദേഹത്തിന് ജനുവരി 6-ാം തീയതി നാട്ടിലേക്ക് പോകണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥലത്തോടുള്ള ബന്ധത്തിലുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നാട്ടിലേക്ക് തനിക്ക് പോകണമായിരുന്നു. അതെ, 3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ജനുവരിക്ക് 3 മാസം മുമ്പ് തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എല്ലാം ബുക്ക് ചെയ്ത് കറക്റ്റ് ആ ഡേറ്റിന് വേണ്ടി പോകാനുള്ള കാര്യങ്ങളെല്ലാം താൻ ക്രമീകരിച്ചു വെച്ചിരുന്നു. ഇതിനിടയിൽ തനിക്ക് 2009 തനിക്കൊരു ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ട് എല്ലാ മാസവും ഇവിടെയുള്ള വൊക്കാട് എന്ന് പറയുന്നൊരു വളരെ പ്രശസ്തമായൊരു ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റൽ എല്ലാ മാസവും ഒരു മെഡിക്കൽ അഡ്വൈസിന് വേണ്ടി തനിക്ക് പോകണമായിരുന്നു. അത് താൻ സാധാരണ ശനിയാഴ്ചകളിലാണ് താൻ അവിടെ പോകുന്നത്. തനിക്ക് കഴിഞ്ഞ ജനുവരി 2-ാം തീയതി വളരെ അസ്വസ്ഥതകളെല്ലാം കൂടിയത് കൊണ്ട് തനിക്ക് തന്നെ ആ 2-ാം തീയതി തന്നെ ഹോസ്പിറ്റലിൽ ഒരു വ്യാഴാഴ്ചയായിരുന്നു. താൻ ആ ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്കപ്പിന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് വളരെ വേഗത്തിൽ തനിക്ക് ഷിവറിങ് കൂടാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് കാരണം എന്നറിയില്ല. വളരെ വേഗത്തിൽ ഷിവറിങ് കൂടി, വല്ലാതെ കൂടി തൻ്റെ ടെമ്പറേച്ചർ കൂടാൻ തുടങ്ങി. ആ ഹോസ്പിറ്റൽ വെച്ച് തന്നെ ആയതുകൊണ്ട് ബൈപ്പാസ് സർജറി എല്ലാം കഴിഞ്ഞതുകൊണ്ട് വളരെ വേഗത്തിൽ ഡോക്ടേഴ്സ് അവിടെ തന്നെ അഡ്മിറ്റ് ചെയ്ത് അവർ പറഞ്ഞു 4 ദിവസം വൈറൽ ഫീവറാണ്, 4 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം ക്യാൻസലായി പോകും. അദ്ദേഹം ഉടനെ തന്നെ ചെയ്തത് അവിടെ കിടന്നിട്ട് നമ്മുടെ എറണാകുളത്തുള്ള പ്രെയർ കോൾ സെൻ്ററിലേക്ക് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഹോസ്പിറ്റലിൽ കിടന്നിട്ട് അവർ പ്രെയർ കോൾ സെൻ്ററിലേക്ക് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതം ചെയ്ത് 4 ദിവസം എന്ന് പറഞ്ഞത് പോയി പിറ്റേ ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്യാൻ കർത്താവ് സഹായിച്ചു. വളരെ വേഗത്തിൽ അസുഖം മാറി. കർത്താവ് വളരെ വേഗത്തിൽ ഒരു സൗഖ്യം കൊടുത്തു.
Hallelujah. ഒന്നാമത്തെ സാക്ഷ്യം. Yes. രണ്ടാമത്തെ സാക്ഷ്യം, ആ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ തനിക്ക് ഈ കുറേ അധികം ചെക്കപ്പുകൾ നടത്തി. വൈറൽ ഫീവർ ആയിരുന്നു, അതുപോലെ തന്നെ ബൈപ്പാസ് സർജറി കഴിഞ്ഞുകൊണ്ട് റുട്ടീനിലായിട്ടുള്ള കുറേ വലിയ ചെക്കപ്പുകൾ നടന്നു. ഇത് വളരെ പ്രശസ്തമായൊരു ഹോസ്പിറ്റൽ ആയതുകൊണ്ട് വളരെ വലിയൊരു ബിൽ എമൗണ്ടും വന്നു. അദ്ദേഹം പറഞ്ഞ സാധാരണഗതിയിൽ അവിടെ ക്യാഷ്ലെസ് എന്ന് പറയുന്ന ഒരു മെഡിക്ലെയിം അവിടെ കിട്ടാറില്ല. ഇതിന് ശേഷം 7 ദിവസത്തിനുള്ളിൽ ബില്ലുകളെല്ലാം സബ്മിറ്റ് ചെയ്ത് അങ്ങനെ ഒരു വലിയൊരു പ്രൊസീജിയറിലൂടെ അത് കഴിഞ്ഞ് കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ട് വേണം എമൗണ്ട് കിട്ടാൻ. ഇദ്ദേഹത്തിന് നാട്ടിലേക്ക് പോയി കുറച്ച് ദിവസം അവിടെ നാട്ടിൽ നിൽക്കേണ്ടത് കൊണ്ട് അത് കൊടുക്കാനുള്ള സാധ്യതകളൊന്നുമില്ലായിരുന്നു. അദ്ദേഹം ഉടനെ തന്നെ പിന്നെയും നമ്മുടെ പ്രെയർ കോൾ സെൻറ്ററിൽ വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ അവിടെ പ്രാർത്ഥിച്ച വ്യക്തികൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഒന്നും കൂടെ മെഡിക്ലെയിം കമ്പനിയിൽ വിളിച്ച് ചോദിച്ചോളൂ, മെഡിക്ലെയിം ശരിയാകുമെന്ന് പറഞ്ഞു. ക്യാഷ്ലെസ് എന്ന് പറയുന്ന ആ ഒരു ഫെസിലിറ്റി ശരിയായി കിട്ടുമെന്ന് പറഞ്ഞു. അദ്ദേഹം ചെയ്ത് ഉടനെ തന്നെ അവിടെ മെഡിക്ലെയിമിൻ്റെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞു, അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അത്രയും വലിയൊരു എമൗണ്ട് അവർ ക്യാഷ്ലെസ് കൊടുത്തു. അതുമാത്രമല്ല 1 മാസത്തേക്കുള്ള മെഡിസിൻ കൂടെ ഉള്ള എമൗണ്ട്. അദ്ദേഹം പറഞ്ഞു രണ്ടാമത് വേറൊരു പ്രൊസീജിയർ കൊണ്ടാണ് ഇതെല്ലാം ക്ലെയിം ചെയ്ത് കിട്ടുന്നത്. കർത്താവ് അത്ഭുതം ചെയ്ത് ആ മെഡിക്ലെയിം മുഴുവനും ക്യാഷ്ലെസ് ആയിട്ട് കർത്താവ് തനിക്ക് ചെയ്തു കൊടുത്തു. മൂന്നാമതൊരു സാക്ഷ്യം, തൻ നാട്ടിലേക്ക് പോയി തൻ്റെ സ്ഥലത്തോടുള്ള ബന്ധത്തിലൊരു കാര്യത്തിനായിരുന്നു. അപ്പോൾ പോകുമ്പോൾ തനിക്ക് ആധാരം മസ്റ്റായിട്ടും കൊണ്ടുപോകണം, നാട്ടിലുള്ള സ്ഥലത്തിൻ്റെ ആധാരം കൊണ്ടുപോകണം. അദ്ദേഹം അതിന് 1 മാസം മുമ്പ് ഈ ആധാരം അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ഈ ആധാരം എവിടെയാണെന്ന് കണ്ടുകിട്ടിയില്ല. അതുമാത്രമല്ല, ഇവർ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് 1 വർഷത്തേക്ക് ഇവർ മുംബൈയിലേക്ക് കുറച്ച് നാൾ മാറി താമസിച്ചിരുന്നു. ആ താമസത്തിനിടയിൽ ഇവരൊരു പ്രധാനപ്പെട്ട ഒരു ബാഗ് നഷ്ടപ്പെട്ടു. ഇവർ ചിന്തിച്ചു അതിനുള്ളിലായിരിക്കണം അത് നഷ്ടപ്പെട്ടു എന്നൊക്കെ ചിന്തിച്ച് വളരെയധികം വിഷമിച്ച് ഈ പോകുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങൾ ഇവർ ചെയ്ത് ഒരിക്കൽ കൂടെ പ്രെയർ കോൾ സെൻറ്ററിൽ വിളിച്ച് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു, എൻ്റെ ആധാരം നഷ്ടപ്പെട്ടു പോയി, എനിക്കത് എങ്ങനെ പോയിന്നറിയില്ല, അത് കിട്ടാണ്ട് ആ പോക്കൊന്നും കാര്യങ്ങളൊന്നും ശരിയാവില്ല. പ്രെയർ കോൾ സെൻറ്ററിൽ ഇരുന്ന ആ ഒരു സഹോദരി പറഞ്ഞു, അത് നാഷിക്കിലെ വീട്ടിൽ തന്നെ ഉണ്ട്, ഭാര്യ അന്വേഷിച്ച ഭാര്യ തിരഞ്ഞ ഭാര്യയ്ക്ക് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും കൂടി 1 മാസം തിരഞ്ഞിട്ട് കിട്ടാതിരുന്ന ആ ഒരു കാര്യം ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ സഹോദരിക്ക് തോന്നി ഏതൊരു സ്ഥലത്ത് അതിരിക്കുന്നതായിട്ട് തോന്നി. ഇവർ വേഗം ചെന്ന് അവിടെ തപ്പിക്കഴിഞ്ഞപ്പോൾ ആ ഒരു മാസം ആ വീട് മൊത്തം അരിച്ചു പെറുക്കിയിട്ട് കിട്ടാതിരുന്ന ആധാരം ആ പ്രാർത്ഥനയ്ക്ക് ശേഷം കുറച്ച് സമയത്തിനുള്ളിൽ ആധാരം കൂടെ കിട്ടി. കർത്താവ് ആ കാര്യങ്ങളെല്ലാം റെഡിയാക്കി വലിയൊരു അത്ഭുതം കർത്താവ് ആ സഹോദരൻ അതിലൂടെ ചെയ്തു കൊടുത്തു. ഹല്ലേലൂയ. കർത്താവ് വിടുതലുകൾ നൽകി. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇൻഷുറൻസ് കമ്പനി ഒരു ക്യാഷ്ലെസ് രീതിയിലേക്ക് തനിക്ക് അതും ഡിസ്ചാർജിന് 1 മണിക്കൂർ മുമ്പാണ് ആ ക്യാഷ്ലെസ് കിട്ടുന്ന കാര്യങ്ങൾ അറിഞ്ഞത്. ഓക്കെ, അത്രയും നിങ്ങൾക്ക് അങ്ങനെ വലിയൊരു എമൗണ്ട് ഹോസ്പിറ്റൽ എക്സ്പെൻസ് വരുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകും. കർത്താവ് അങ്ങനെ ചെയ്തു. കൂടാതെ നഷ്ടപ്പെട്ടു പോയത്, കാണാതെ പോയ ആട്, കാണാതെ പോയ നാണയം എന്നൊക്കെ ബൈബിളിൻ്റെ വചനമുണ്ട്. ഇത് കാണാതെ പോയ ആധാരം കൂടെ കർത്താവ് തനിക്ക് തിരികെ കൊടുത്തിരിക്കുകയാണ്. കൈകളടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഒരു നിമിഷം നമ്മൾ ഒരുമിച്ച് ഈ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാനായി പോവുകയാണ്. കർത്താവേ, നിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഈ മകനെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. അങ്ങയുടേതായ അനുഗ്രഹങ്ങളും നന്മകളും കർത്താവെ അങ്ങ് പകർന്നതിനായി നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മകനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അങ്ങ് ചെയ്ത എല്ലാ കൃപകൾക്കും ദാനങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ജനം ചേർന്ന് ആമേൻ പറയാമോ? ആമേൻ. ഗോഡ് ബ്ലെസ് യു അങ്കിൾ. ബ്ലെസ് യു. Psalm 3 verse number 3. ഇനി സങ്കീർത്തനങ്ങൾ 3-ാം അധ്യായത്തിലേക്ക് വന്നാലും അതിന്റെ 3-ാമത്തെ വചനം വായിച്ചാലും, But you, Lord, are a shield around me, my glory, the one who lifts my head high. അവിടെ എഴുതിയിരിക്കുന്ന എങ്കിലും യഹോവേ അങ്ങ് എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വമാകുന്നു. അടുത്ത ഭാഗം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എൻ്റെ ശിരസ് ഉയർത്തുന്നതും അവിടുന്നത്രേ. Hallelujah. Hallelujah. Our God is the lifter of our head. നമ്മുടെ ദൈവം നമ്മുടെ തല ഉയർത്തുന്ന ദൈവമാണ്. Hello, can you believe that? വിശ്വസിക്കാമോ നിങ്ങൾക്ക്? Hallelujah. Hallelujah. He will lift your head. അവൻ നമ്മുടെ തലകളെ ഉയർത്തും.
If you are looking down, നിങ്ങൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ you'll see only ground. നിങ്ങൾ ഇവിടെ തറ മാത്രമേ കാണുകയുള്ളൂ. If you look down spiritually, എന്നാൽ ഇതുപോലെ ആത്മീകമായി താഴേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ you can see only Satan and fallen angels. അങ്ങനെ നോക്കുമ്പോൾ താഴെയുള്ള സാത്താനെയും വീണുപോയ ദൂതന്മാരെയും മാത്രമേ നിങ്ങൾക്ക് കാണാൻ If സാധിക്കുകയുള്ളൂ. you watch the devil and his angels, you'll be more depressed. പിന്നെ അതുകൊണ്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ ഈ സാത്താനെയും കുട്ടിപ്പിശാചികളൊക്കെ കണ്ടു കഴിയുമ്പോൾ വീണ്ടും നിരാശ നമ്മുടെ ജീവിതത്തിലേക്ക് You'll be വരും. more sorrowful. നിങ്ങൾ വീണ്ടും ദുഃഖിതരായിട്ട് മാറും. You will look up. എന്നാൽ നിങ്ങൾ മുകളിലേക്ക് നോക്കുകയാണെങ്കിലോ You will see the risen Jesus on the right hand side of the Father's glory. പിതാവാം ദൈവത്തിന്റെ വലതു ഭാഗത്ത് മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന യേശുവിനെ നിങ്ങൾക്ക് കാണാനായി സാധിക്കും. Psalm 34 verse number 5 says, അതുകൊണ്ട് സങ്കീർത്തനം 34ന്റെ 5ാമത്തെ വചനത്തിൽ പറയുകയാണ്, those who look to him are radiant. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, Their faces are never covered with shame. അവരുടെ മുഖം ഒരിക്കലും ലജ്ജിച്ചു പോയില്ല. Hallelujah. ഹല്ലേലൂയ. If you look down, നിങ്ങൾ താഴേക്കാണ് നോക്കുന്നതെങ്കിൽ only the shade will fall on you. നിങ്ങളുടെ നിഴൽ മാത്രമാണ് നിങ്ങളെ അനുഗമിക്കുന്നത്. But when you look up, എന്നാൽ നിങ്ങൾ സ്വർഗത്തിലേക്കാണ് നോക്കുന്നതെങ്കിൽ light will fall on you. നിങ്ങളുടെ വെളിച്ചമായിരിക്കും നിങ്ങളെ Your അനുഗമിക്കുന്നത്. face will be radiant. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മുഖം പ്രകാശമാനമായി തീരും. Hallelujah. ഹല്ലേലൂയ. Tonight what I am telling you is this. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്ന ഇതാണ്, Because of so many problems in your life, നിങ്ങളുടെ ജീവിതത്തിലെ ഒത്തിരി പ്രശ്നങ്ങൾ നിമിത്തം if you are bent down, if your head is down, നിങ്ങളുടെ മുഖം അല്ലെങ്കിൽ നിങ്ങളുടെ തല ഇപ്പോൾ കുനിഞ്ഞിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ God is here ദൈവം ഇന്ന് രാത്രി ഇവിടെയുണ്ട്. to lift your head നിങ്ങളുടെ കുനിഞ്ഞിരിക്കുന്ന മുഖത്തെ ഉയർത്തുവാനായി, so that you will shine again for the Lord. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മുഖം പ്രകാശിക്കപ്പെട്ട് നിങ്ങൾ യേശുവിനെ ആരാധിക്കുന്ന വ്യക്തിയായി മാറും. I want to give you a promise to ഞാൻ you നിങ്ങൾക്ക് ഒരു വാഗ്ദാനം ഇന്ന് രാത്രി നൽകാൻ പോകുകയാണ് from the Bible. ബൈബിളിൽ നിന്ന്. Joshua chapter 1 യോശുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം verse number 5. അതിന്റെ 5-ാമത്തെ വചനം. There is a precious promise. ഇതൊരു വളരെ വിലപ്പെട്ട ഒരു വാഗ്ദാനമാണ്. The Lord gave me this promise so many years back. ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് ദൈവം എനിക്ക് നൽകിയ ഒരു വാഗ്ദാന വചനമാണിത്. It says no one will be able to stand against you all the days of your life. അവിടെ എഴുതിയിരിക്കുന്ന നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരുത്തനും നിന്റെ നേരെ നിൽക്കുകയില്ല. Hallelujah. ഹല്ലേലൂയ. That means no human being can stand against you. അതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ ഒരു മനുഷ്യന് പോലും നേരെ നിൽക്കാൻ സാധ്യമല്ല. Hallelujah. ഹല്ലേലൂയ. If anyone is trying to attack you, ഇനി ആരെങ്കിലും നിങ്ങളെ ആക്രമിക്കാൻ മുതിരുന്നുണ്ടെങ്കിൽ, the Bible says if God is for us, who can be against us? ബൈബിൾ പറയുന്ന ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പിന്നെ എനിക്ക് പ്രതികൂലം ആരാണ്? Hallelujah. ഹല്ലേലൂയ. Do you know something? നിങ്ങൾക്കറിയാമോ, God is on the side of his children. ദൈവം എല്ലായ്പ്പോഴും തന്റെ മക്കളുടെ പക്ഷത്താണ് നിൽക്കുന്നത്. That means God is always on your side. അതിന്റെ അർത്ഥം നിങ്ങൾ മകനാണ് മകളാണെങ്കിൽ ദൈവം നിങ്ങളുടെ പക്ഷത്താണുള്ളതെന്ന്. When 1,000 people come to attack you, 1000 വ്യക്തികൾ നിങ്ങളിപ്പോൾ ആക്രമിക്കാൻ വന്നു എന്ന് or കരുതുക, 10,000 people come to attack അല്ലെങ്കിൽ you, 10000 വ്യക്തികൾ നിങ്ങളെ ആക്രമിക്കാൻ വന്നു എന്ന് കരുതുക, the Bible says on your left 1,000 people will fall down, on your right and 1,000 will fall down. ദൈവം നിങ്ങളുടെ പക്ഷത്തുള്ളത് കൊണ്ട് ബൈബിൾ പറയുന്നു നിങ്ങളുടെ ഇടതുവശത്ത് 1000 പേരും ആക്രമിക്കാൻ വരുന്ന 10000 പേര് നിങ്ങളുടെ വലതുവശത്ത് വീണുപോകും. But you will stand up. പക്ഷെ അതിന്റെ നടുവിൽ നിങ്ങൾ മാത്രം എഴുന്നേറ്റ് നിൽക്കും. Hallelujah. ഹല്ലേലൂയ. Why? Because God is with you. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ദൈവം നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ടാണ്. Hallelujah. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാല്, When an army comes, ഒരു വലിയ സൈന്യം നിങ്ങളുടെ മുൻപാകെ വന്നു എന്ന് കരുതുക, God will not run away from you. നിങ്ങളുടെ കൂടെ പക്ഷത്തുള്ള ദൈവം സൈന്യത്തെ കണ്ട് ഓടി ഒളിക്കില്ല. Because the Bible says he is the Lord of the armies. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ബൈബിൾ പറയുന്നു അവൻ സൈന്യങ്ങളുടെ യഹോവയാകുന്നു. He has a bigger, or he has the biggest army. അവനാണ് ഏറ്റവും വലുതും ഏറ്റവും ശക്തിമത്തായ സൈന്യമുള്ളവൻ. Hello. ഹലോ. He has the biggest army. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കട്ടെ, അവനാണ് ഏറ്റവും വലിയ സൈന്യം കൈവശമായിട്ടുള്ളവൻ. That's why the Bible says അതാണ് ബൈബിൾ പറയുന്നത്, no one in your whole lifetime
will stand up against you. അതുകൊണ്ടാണ് നാം വായിച്ച ബൈബിളിൽ ഇങ്ങനെ പറയുന്നത്, നിന്റെ ജീവകാലത്ത് ഒരിക്കലും നിന്റെ നേരെ നിൽക്കുകയില്ല. Hallelujah. Hallelujah. Isaiah 54 and verse number 17 says, യേശയ്യാവിന്റെ പ്രവചന പുസ്തകം 54-ാം അധ്യായത്തിൽ no weapon formed against you shall prosper അവിടെ against you. എഴുതിയിരിക്കുന്ന ഒരു ആയുധവും, നിനക്കെതിരെ പ്രയോഗിക്കുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. Whether it is a nuclear bomb or a missile or a AK-47, whatever it is, no weapon formed against you shall prosper. ഓർക്കുക, അത് ഒരു ന്യൂക്ലിയർ ബോംബ് ആയിരിക്കട്ടെ, ഒരു മിസൈൽ ആയിരിക്കട്ടെ, AK-47 ആയിരിക്കട്ടെ, നിനക്കെതിരെ പ്രയോഗിക്കുന്ന ഒരായുധവും കർത്താവ് നിന്റെ പക്ഷത്തുണ്ടെങ്കിൽ You're so safe in Jesus. ക്രിസ്തുവിൽ നിങ്ങൾ വളരെ സുരക്ഷിതരാണ്. Clap your hands for this Jesus. വിശ്വാസമകത്ത് വന്നവർ കൈകൾ അടിച്ച് ഉറക്കൊരു ഹല്ലേലൂയ പറഞ്ഞാല്, അല്പം കൂടെ ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടെ Hallelujah. 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 The Lord wants to encourage every one of his children tonight. ഇന്ന് രാത്രി ദൈവം ഓരോ വ്യക്തികളെ ഇവിടെ പ്രോത്സാഹിപ്പിക്കാൻ You ആഗ്രഹിക്കുകയാണ്. have nothing to worry ഒന്നിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ട. because God loves you so much. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ദൈവം നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. Hallelujah. Hallelujah. Whatever happens to you, he will handle. എന്തൊക്കെ സംഭവിച്ചാലും അവൻ കൈകാര്യം ചെയ്തുകൊള്ളുമെന്നേ. He has planned out everything for your future. അവൻ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി സകല കാര്യങ്ങളും പദ്ധതിയിട്ടിരിക്കുകയാണ്. We worry because we don't know anything about this. നാം എന്തുകൊണ്ടാണ് ആകുലപ്പെടുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് അറിവില്ലാത്തവരായതുകൊണ്ടാണ്. Hallelujah. ഹല്ലേലൂയ. Can I give you one more verse? ഞാൻ നിങ്ങൾക്ക് ഒരു വചനം കൂടെ നൽകട്ടെ. Numbers chapter 6. ഇപ്പോൾ സംഖ്യാ പുസ്തകത്തിലേക്ക് വന്നാലും അതിന്റെ 6-ാമത്തെ അധ്യായം Verse number 24. അതിന്റെ 24-ാമത്തെ വചനം. The Lord bless you and keep you, and the Lord make his face shine on you and be gracious to you, and the Lord turn his face toward you and give you peace. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കട്ടെ, യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കുകയും നിങ്ങളോട് കൃപാലുവായിരിക്കുകയും ചെയ്യട്ടെ. Hallelujah. ഹല്ലേലൂയ. So God will lift his head on you, his face will shine on you, so that grace will flow into your life. ഓർക്കുക, ദൈവം തന്റെ മുഖമുയർത്തി അവന്റെ പ്രകാശം നിങ്ങളുടെ മുഖത്തേക്ക് അടുപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവനെ പോലെ പ്രകാശമാനമായ മുഖത്തോടെ ജീവിക്കാൻ സാധിക്കും. Shout a bigger hallelujah. ഒരിക്കൽ കൂടി ഒരു വലിയ ഹല്ലേലൂയ പറയാമോ? Hallelujah. ശബ്ദമുയർത്തി. Psalm 55 verse number 22 says, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 55-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വചനത്തിൽ പറയുകയാണ്, cast all your burdens on God, he will sustain you. അവിടെ എഴുതിയിരിക്കുന്ന നിങ്ങളുടെ സകല ഭാരവും അവന്റെ മേൽ ഇട്ടുകൊള്ളുക, അവൻ നിങ്ങളെ പുലർത്തും. Hallelujah. ഹല്ലേലൂയ. This is the time you can throw all the burdens, all the bundles of burdens on God, and he will take everything, he will undertake everything, and you will be burden free. ഇന്നത്തെ രാത്രിയാണ് ഇന്ന് വരെ ഒരു പക്ഷെ വർഷങ്ങളായി കൊണ്ടു കിടക്കുന്ന ആ ഭാണ്ഡക്കെട്ട്, ഭാരം, നിരാശയുടെ, വേദനയുടെ ആ ഭാണ്ഡക്കെട്ട് മുഴുവൻ യേശുവിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാനുള്ള രാത്രിയാണ് ഇന്നത്തെ രാത്രി. അവൻ അത് പൂർണ്ണമായും എല്ലാം അവൻ സ്വീകരിക്കും. ഇന്ന് രാത്രി ഭാരമില്ലാതെ, നിരാശയില്ലാതെ നിങ്ങൾ ഇവിടെ വിട്ടു പോകാനായി പോകുകയാണ്. How many of you believe that? നിങ്ങൾ എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? Our God is a burden carrier. ഇന്ന് രാത്രി ഓർക്കുക, നമ്മുടെ ദൈവം ഭാരം വഹിക്കുന്ന ദൈവമാണ്. Jesus gave an open invitation to all the world in all generations. Jesus said, come unto me all the heavy burden people, I will give you rest and comfort. നോക്കുക, യേശു കർത്താവ് ഒരു വ്യക്തിയെ നോക്കിയിട്ടില്ല, അന്നുണ്ടായിരുന്ന ആളുകളെ മാത്രം നോക്കിയിട്ടില്ല, ലോകമെമ്പാടുമുള്ള ഇപ്പോൾ ഉള്ളതും വരുവാനിരിക്കുന്നതുമായ സകല തലമുറയെയും നോക്കിയിട്ടാണ് യേശു ഉറക്കെ പ്രഖ്യാപിച്ചത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. Hallelujah. Hallelujah. Jesus is not changing his word. യേശു കർത്താവ് ഒരിക്കലും വാക്കുമാറ്റുന്ന ദൈവമല്ല. Hallelujah. Hallelujah. Even tonight, he is here to take all our burdens. ഓർക്കുക, ഇന്ന് രാത്രിയിൽ പോലും
നിങ്ങളുടെ വലുതാകട്ടെ കൊച്ചുതാകട്ടെ, ആ ഭാരത്തെ ഏറ്റെടുക്കാൻ കർത്താവിന് കഴിവുണ്ട്. ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാം സമയം എടുത്ത് 7 തൊട്ട് 7:30 വരെ എല്ലാ ദിവസവും, തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ എല്ലാവരോടും ഞാൻ അപേക്ഷയോട് പറയുന്നു, അത് കാണണം. ഞാൻ ഒരുപാട് നാളായിട്ട് ഇത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. നാസിക്കിൽ പോയതാനും ഇത് കാണാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ നല്ല പ്രോഗ്രാമാണ്. ദൈവരാജ്യത്തിൽ ഞാൻ സന്തോഷിച്ചു, ഞാൻ ആനന്ദിച്ചു, പാട്ടുപാടും. ദൈവരാജ്യത്തിൽ ഞാൻ സന്തോഷിച്ചു, ഞാൻ ആനന്ദിച്ചു, പാട്ടുപാടും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമെന്നെ സ്നേഹിച്ചു, അദ്ദേഹത്തിനായി ഞാൻ പാട്ടുപാടും. ദൈവമെന്നെ നിത്യമായി സ്നേഹിച്ചു, അദ്ദേഹത്തിനായി ഞാൻ പാട്ടുപാടും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ സമയത്ത് നമുക്ക് വിശ്വാസത്തോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എണ്ണിക്കൂടാനാവാത്ത അത്രയും അത്ഭുതങ്ങളാണ് യേശു ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ കർത്താവിന് മനസ്സുണ്ട്. ഉള്ളിൽ വിശ്വസിക്കുക. കർത്താവെ, വലിയ വിടുതലുകൾ ഇപ്പോൾ കർത്താവ് ജനങ്ങളിൽ പകരുന്നതിനാൽ നന്ദി. ത്വക്ക് രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാവിധ അലർജികളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ബ്രസ്റ്റ് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്ലഡ് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഷോൾഡർ ബോണിലുള്ള ചില പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ അസ്ഥികളിൽ ചില സർജറി നടന്നത്, എല്ലുകളുടെ എന്തോ പൊട്ടലോ പ്രയാസങ്ങളിലോ സർജറി നടന്നു, ചില സ്റ്റീൽ ഒക്കെ പിടിപ്പിച്ചിട്ടുള്ളത്, പക്ഷേ അതിഭയങ്കരമായ വേദനയും പ്രയാസത്തിലൂടെ പോകുന്ന ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. താങ്ക് യു ജീസസ്. വിടുതലുകൾ ഓരോ വ്യക്തികളിലും കർത്താവെ അങ്ങ് പകർന്നുകൊണ്ടിരിക്കാൻ നന്ദി പറയുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതുപോലെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ തുടങ്ങിയ സകലവും യേശുവിൻ്റെ നാമത്തിൽ നോർമലാകുവാനായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഷുഗർ പ്രഷർ മൂലം വല്ലാതെ കാലിലൊക്കെ നീരോ പ്രയാസങ്ങളൊക്കെ വന്ന് തൊട്ടാൽ അറിയാത്തതുപോലൊക്കെ ആയിത്തീർന്നിരിക്കുന്ന അവസ്ഥകൾ, പഴുപ്പ് യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായി മാറിപ്പോട്ടെ. താങ്ക് യു ലോർഡ്. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവികമായ അത്ഭുതം ആ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കർത്താവെ, വിവിധ വിഷയങ്ങളിൽ കർത്താവിൻ്റെ കരം പ്രവർത്തിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് ഹരിപ്പാട് നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നു. എല്ലാവരും വരണം. നാളെ മൂവാറ്റുപുഴയിൽ നടക്കുന്നു. അതിലും വന്നു ചേരുക. കർത്താവ് ധാരാളമായി ഈ മീറ്റിങ്ങുകളിലൂടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ടുഡേയിൽ നിന്നുള്ള പുസ്തകങ്ങളും അതുപോലെ CD-കളും ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാം. സ്ക്രീൻ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വരുമ്പോൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയും. അതുകൂടാതെ എല്ലാ ഞായറാഴ്ചയും പല ബ്ലെസ്സിംഗ് സെൻറ്ററുകളിൽ പ്രത്യേകമായ വചന ശുശ്രൂഷയും പ്രാർത്ഥനകളുമെല്ലാം നടക്കുന്നുണ്ട്.
ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരുന്നവരോടും അല്ലാത്തവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, ആ ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ വന്ന് കൂടുതൽ സ്പിരിച്വലായി വളരാൻ, ദൈവവചനം പഠിക്കാൻ ഒക്കെ ഇടയാകും. ഇറ്റ്സ് ലൈക്ക് എ ഗ്രോയിങ് ഇൻ എ ഫാമിലി. സോ ഓൾ ഓഫ് യു വെൽക്കം. കർത്താവ് അതിലൂടെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: യോഹന്നാൻ നീതിയും വിശുദ്ധിയും ഉള്ളവനാണെന്ന് പറഞ്ഞ രാജാവാര്? വിച്ച് കിങ് സെഡ് ദാറ്റ് ജോൺ വാസ് ജസ്റ്റ് ആൻഡ് ഹോളി മാൻ? ഓപ്ഷൻസ്: എ ഹെരോദാവ്, ബി അഗ്രിപ്പ, സി കയ്യഫ, ഡി പീലാത്തോസ്. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222111 0484 4222111. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.